നമസ്കാരം. കഠോപനിഷത്തിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് ആലോചിക്കുകയായിരുന്നു. വളരെ രസകരമായ പലതരം പ്രത്യേകതകളുള്ള പ്രാധാന്യമുള്ള നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഈ കഠോപനിഷത്ത്. മറ്റെല്ലാ ഉപനിഷത്തുക്കളെയും പോലെ തന്നെ എന്നുകൂടി ഞാൻ ചേർക്കണം. അപ്പോൾ ഉപനിഷത്തിനെപ്പറ്റി അധികം സംസാരിക്കാതെ നമുക്ക് നേരെ ഉപനിഷത്തിലേക്ക് തന്നെ പോകാം. കൃഷ്ണ യജുർവേദത്തിലെ കഠ ശാഖയിൽപ്പെട്ടതാണ് ഈ കഠോപനിഷത്ത്. ഒരു കുട്ടികൾ കൂടി മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കഥ പോലെ ഉള്ള അതിൻ്റെ അവതരണം വളരെ ഹൃദ്യമാണ്. തുടങ്ങുന്നത് തന്നെ ഈ ഉപനിഷത്ത് തുടങ്ങുന്നതിന് മുമ്പ് ശാന്തി മന്ത്രമുണ്ട്. ഓം സഹനാവോതു സഹനോ ഭുനക്തു എന്നുണ്ട്. നമ്മളെല്ലാം കേട്ടിട്ടുള്ള വളരെയധികം നമ്മളെല്ലാം പ്രയോഗിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ്. മാ വിദ്യുഷാവഹി എന്ന് അവസാനിക്കുന്ന, നമ്മളങ്ങനെ പരസ്പരം ദ്വേഷിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള തുടക്കം വളരെ രസകരമാണ്. പിന്നെ എല്ലാം ഓം എന്ന് വെച്ചാണ്. ഓം നമ്മൾ ഓം എന്ന് തുടങ്ങുന്ന എന്തുകൊണ്ടാണ് അത് പിന്നീട് വരുന്നുണ്ട്. എന്തായാലും ഈ ഉപനിഷത്തിൻ്റെ തുടക്കം ഓം ഉഷൻ ഹ വൈ വജസ്രവസ സർവവേദ സംദദൗ തസ്യ ഹ നചികേതാ നാമ പുത്ര ആസ എന്നാണ് തുടങ്ങുന്നത്. അതായത് ആ വാക്ക് തന്നെ ഉഷൻ, ആഗ്രഹിക്കുന്നവനായിട്ട്. അതായത് ഈ വേദത്തിലെ കർമ്മകാണ്ഡമെല്ലാം കഴിഞ്ഞാണ് ഈ ജ്ഞാനകാണ്ഡം ഉപനിഷത്ത് വരുന്നത്. അപ്പോൾ സ്വർഗകാമോ യജേത, സ്വർഗത്തിന് കിട്ടാൻ വേണ്ടി നമ്മൾ യാഗങ്ങൾ ചെയ്യണം. പല വിധത്തിലുള്ള കർമ്മങ്ങൾ, പല വിധത്തിലുള്ള ഫലങ്ങളെ, ഉത്കൃഷ്ട ഫലങ്ങളെ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഉപനിഷത്ത് ഒരു യു-ടേൺ എടുത്ത് നേരെ തിരിഞ്ഞ് എബൌട്ട് ടേൺ ആണ് ഇതാ പറയുന്നു. ഒരു വജസ്രവസിൻ്റെ പുത്രനായിട്ടുള്ള, ഇതിൻ്റെ പേര് ഗൗതം എന്നാണ്, ഇനി പിന്നീട് വരും. ഒരു യാഗം നടത്തുന്നു, സർവവും അതിൽ കൊടുത്തു തീർക്കുകയാണ്. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നമാണ് ഏറ്റവും ആദ്യത്തെ വാക്ക് തന്നെ ഉഷൻ. അദ്ദേഹം ആഗ്രഹിക്കുന്നവനായിട്ട് ഉത്കൃഷ്ടമായ ഫലങ്ങളെ, അല്ലെങ്കിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ശ്രേയസ് വരണമെന്ന്, ഭൗതികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ വളരെയധികം പുണ്യം കിട്ടണം, എന്തായാലും കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടെ, ഒന്നും ആഗ്രഹിക്കാതെയല്ല, ഇത് തൻ്റെ കർത്തവ്യമാണെന്നുള്ള ഒരു, താൻ ചെയ്യേണ്ടതാണ്, അതുകൊണ്ട് താൻ ചെയ്യുന്നു, അതുകൊണ്ട് മാത്രമാണ് താൻ ചെയ്യുന്നത് എന്നുള്ള ബോധത്തോടെയല്ല. ഇതുകൊണ്ട് റിട്ടേൺസ് വേണം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ നമുക്ക് ഫലം വേണം. ആ ഒരു ബോധത്തോടു കൂടി ആണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹത്തിന് നചികേതസ് എന്നുള്ളൊരു പുത്രനുണ്ടായിരുന്നു. ഈ പുത്രന് ഈ യാഗവും അതിൻ്റെ കഷ്ടപ്പാടുകളും അതിൽ ദാനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൽ ശ്രദ്ധ ആവേശിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ശാസ്ത്രത്തിലും ഗുരുവാക്യങ്ങളിലും എല്ലാം ഉള്ള ഉറച്ച വിശ്വാസം, അതെല്ലാം സത്യമായി ഭവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം, അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര സംവേദേന്ദ്രിയ, ഭഗവത്ഗീത പറയുന്നുണ്ടല്ലോ. അപ്പോൾ നചികേതസിൽ ശ്രദ്ധ ആവേശിക്കുന്നു. നചികേതസിനറിയാം ഈ കർമ്മങ്ങളിങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഫലത്തിന് വേണ്ടി ചെയ്യുന്നത് തെറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം വെറുതെ കേൾക്കല്ല, അവനതിൽ ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണല്ലോ പറയുന്നത്. അവനും ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പുള്ളി. അപ്പോൾ വേദങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടി
അദ്ദേഹത്തിന് ചെയ്യുന്നത് ഇങ്ങനെയല്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ ഇതുകൊണ്ട് ഇത് ശരിയല്ലല്ലോ എന്നല്ലേ ഈ പുസ്തകങ്ങളൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറച്ച ഒരു കൺവിക്ഷൻ അവനുണ്ട്, അവൻ അതിനു വേണ്ടി നിൽക്കുകയാണ്, വെറുതെ മനസ്സിൽ തോന്നുകയല്ല. അവൻ അത്ര ഉറച്ച വിശ്വാസമാണ്, ആയതുകൊണ്ട് അവൻ അച്ഛനോട് അത് ചോദിക്കാൻ പോകുന്നു. കാരണം അവന് മനസ്സിലാവും ഈ പോയി കഴിഞ്ഞാൽ അച്ഛന് വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അച്ഛൻ ഉദ്ദേശിക്കുന്ന നല്ല ഫലങ്ങളായിരിക്കില്ല കിട്ടാൻ പോകുന്നത്, മോശമായ ഫലങ്ങളായിരിക്കും. ഇങ്ങനെ ആളുകൾ ഈ ദാനം വാങ്ങിക്കുന്ന ആളുകൾ ഈ എല്ലും ചെയ്തും വെള്ളം കുടിക്കാത്തതും അപ്പോൾ ഒക്കെ ആയിട്ടുള്ള പശുക്കളാണ് പോകുന്നത്. തമഹ കുമാരം സന്തം ദക്ഷിണാസു നിയമാനാസു ശ്രദ്ധാവിവേശ സോമന്യത. അപ്പം വിചാരിച്ചു, പീതോദക ജഗ്ധധൃണ ദുഗ്ധദോഹ നിരിന്ദ്രിയ അനന്താനാമത്തെ ലോകാസ്ഥാൻ സ ഗച്ഛതി താ ദദത്. ഈ പുക പോയി കഴിഞ്ഞാൽ അച്ഛൻ നരകത്തിൽ ചെന്ന് വീഴും എന്ന് എന്ന് തോന്നിയ നചികേതസ് ചിന്താകുലനായിട്ട് അച്ഛനോടുള്ള അവൻ്റെ കൺസേൺ കൊണ്ട്, അച്ഛനോടുള്ള അവൻ്റെ ആ വിചാരം, ഉത്കണ്ഠ കൊണ്ട് അച്ഛന് എന്ത് പറ്റും, എൻ്റെ അച്ഛന് എന്ത് സംഭവിക്കും ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എന്നുള്ള ആ ഉത്കണ്ഠ കൊണ്ടാണ് അവൻ ആ ചോദ്യം ചോദിക്കുന്നത്. അച്ഛൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിനും മക്കൾക്കും വളരെയധികം ശ്രേയസ് കിട്ടണം എന്നുള്ള വിചാരം കൊണ്ടാണ്. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് മനസ്സിലാക്കണം, എന്നാലേ നമുക്കിത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഈ കഥ നമ്മൾ ഈ നാടകത്തിലേക്ക് ഈ ഡ്രാമയിലേക്ക് നിങ്ങൾ വീഴണം, എന്നാലേ നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. നമ്മൾ തന്നെ ഈ നാടകത്തിലെ കഥാപാത്രങ്ങളായി മാറിയാലേ നമുക്ക് ശരിക്കും ഇത് പിടികിട്ടുള്ളൂ. അപ്പോൾ അവൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോദിക്കും, സഹോവാച പിതരം തഥ കസ്മൈ മാം ദാസ്യസീതി ദ്വിതീയം തൃതീയം തം ഹോവാച മൃത്യവേ ത്വാ ദദാമീതി. അതായത് അവൻ അച്ഛനോട് പോയി ചോദിച്ചു, അച്ഛാ എന്നെ ആർക്കാ കൊടുക്കുന്നത്? ഒരു തവണയല്ല, 2 തവണയല്ല, 3ാമത്തെ തവണ ചോദിച്ചപ്പോഴാണ് അച്ഛന് ദേഷ്യം വന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആലോചിക്കണം, വലിയൊരു യാഗം നടക്കുകയാണ്. നമ്മൾ ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. വി ഷുഡ് ഹാവ് ഗുഡ് ഇമാജിനേഷൻ. വലിയ യാഗം നടക്കുകയാണ്, അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അദ്ദേഹം അത് ഒരു വിധത്തിൽ ഒന്ന് പരിസമാപ്തിയിലെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ നല്ല കാര്യം ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വേദങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആൾ. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ ആളുകൾ കളിപ്പിച്ചതാകാം. പശുവിനെ മേടിക്കാനൊക്കെ അദ്ദേഹം പ്രോപ്പറായിട്ടുള്ള വേണ്ട രീതിയിൽ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടാവും എല്ലാവർക്കും. കൊടുത്ത് കൊണ്ടുവരുന്നത് ഇത്രയൊക്കെ ഉള്ളൂ, ഇനി കളിപ്പിക്കണമെന്നില്ല. അല്ലാതെ തന്നെ ഇപ്പോൾ ഇത്രയും പശുക്കളൊക്കെ ആ നാട്ടിലെ ഒരു ചെറിയ ഏരിയയല്ലേ, ആ നാട്ടിലൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങളാണ് അവിടെ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ വളരെ വിഷമിച്ചായിരിക്കും. ഇതിപ്പോൾ നചികേതസിന് അച്ഛനും അറിയാൻ പാടില്ലായിരിക്കില്ല. ബട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ആവണമെന്നില്ലല്ലോ. അതിൽ പോരായികൾ പലപ്പോഴും ഒന്നുവിടും, നമുക്കറിയാം, എന്നാലും പിഴവുകൾ വരും. അപ്പം അച്ഛൻ തന്നെ അതിന് വ്യാകുലനായിട്ടിരിക്കുമ്പോഴാണ് ഇവൻ പോയി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അച്ഛനത് കളിപ്പിക്കലായിട്ട് തോന്നി. എന്നാലും ഇവനിങ്ങനെ എന്നെ കളിയാക്കാൻ പാടുണ്ടോ? ഫസ്റ്റ് ഒരു തവണ 2 തവണ അദ്ദേഹം മിണ്ടാതിരുന്നു. 3ാമത്തെ തവണ ചോദിക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം പറയുന്നത് മൃത്യവേത്വ ദദാമീതി. I don't mind or I don't care, you go to hell. നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കും. ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയല്ല, നമ്മുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വളരെ വിഷമിച്ച് ഗൃഹനാഥനിരിക്കുമ്പോൾ പിള്ളേർ ചെന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അപ്പോൾ പറയും ഐ ഡോണ്ട് കെയർ, ഗോ ടു ഹെൽ. അതൊക്കെ പറയും. സെയിം തിങ്, അതേ കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല. പറയുന്നത് ഇങ്ങനെയാണ്, മൃത്യവേത്വ ദദാമി. നമുക്കും അറിയാവുന്നൊരു പോയിൻ്റാണ് ഇപ്പോൾ അത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ നചികേതസ് അച്ഛനോടുള്ള ഉത്കണ്ഠ കൊണ്ടാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവന് അച്ഛനോട് വളരെ സ്നേഹമുണ്ട്. അവൻ ആലോചിച്ചു, ഇന്നു വരെ അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ടോ? ഒന്നുകിൽ ഉത്തമനായിട്ട് അച്ഛൻ മനസ്സിൽ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ചെയ്യും, അല്ലെങ്കിൽ മധ്യമനായിട്ട് അച്ഛൻ പറഞ്ഞതിന് ശേഷമെങ്കിലും ചെയ്യും. ഇതല്ലാതെ അച്ഛൻ പറഞ്ഞ് ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. നചികേതസ് അത് അവൻ്റെ അഭിമാന പ്രശ്നമാണ്. ഇന്നവരെ അച്ഛൻ പറയുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാതിരുന്നിട്ടില്ല. അപ്പോൾ ബഹുനാമേമി പ്രഥമോ ബഹുനാമേമി മധ്യമ കിം സ്വിദ് യമസ്യ കർത്തവ്യം യൻ മയാദ്യ കരിഷ്യതി. അപ്പോൾ എന്തായാലും അപ്പം ഞാൻ പോയിരിക്കും.
എന്തായാലും ഈ സമയത്ത് ഞാൻ യമൻ്റെ അടുത്ത് പോയിട്ട് എന്തായിരിക്കുമോ യമന് അതുകൊണ്ട് എന്ത് ചെയ്യാൻ വേണ്ടിയാണോ എന്തിനു വേണ്ടിയാണോ ഞാൻ പോകുന്നത് എന്നെനിക്കറിയില്ല. എന്തായാലും യമൻ്റെ അടുത്ത് ഞാൻ പോയിരിക്കും. അപ്പോൾ അവനങ്ങനെ പോവാണ്. അനുപശ്യ യഥാപൂർവേ പ്രതിപശ്യ തഥാപരെ സസ്യമിവ മർത്യ പച്യത്തെ സസ്യം യുവാജായത്തെ പുനഃ. അപ്പോൾ ഒരു സസ്യങ്ങൾ പോലും ജനിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ജനിച്ചാലും ഒരിക്കലും മരിക്കും, വലിയ കാര്യമൊന്നും നോക്കാനില്ല. അച്ഛനെ അവൻ പറഞ്ഞ് സമാധാനിപ്പിക്കും. സമാധാനിപ്പിച്ചോണ്ട് പറയും എന്തായാലും മരിക്കാനുള്ളതല്ലേ ചെയ്ത് അപ്പം അങ്ങ് പോയേക്കാം. ഇനി അച്ഛൻ പറഞ്ഞാലും അങ്ങ് പോയേക്കാം. പിന്നെ അച്ഛൻ പറഞ്ഞ ആ സത്യത്തിൽ നിന്ന് നമ്മളുടെ പൂർവികരായ പിതാമഹാദികളൊക്കെ സത്യത്തിൽ നിന്ന് പിന്മാറാതെ അല്ലേ ജീവിച്ചത്. എന്തായാലും അച്ഛൻ യമന കൊടുക്കും എന്നങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി അച്ഛൻ ആ സത്യത്തിൽ നിന്ന് പിന്മാറണ്ട. ഇനി സത്യലംഘനം നടത്തിയ ഒരാളാണ് എൻ്റെ അച്ഛൻ എന്ന് വരുന്നത് എനിക്ക് അത് കൂട്ടും. അതെനിക്കൊരു അംഗീകരിക്കാവുന്ന കാര്യമല്ല. അപ്പോൾ അവന് അങ്ങനെ അച്ഛൻ്റെ സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടി, അച്ഛൻ ചെയ്ത ആ സത്യത്തെ പാലിക്കുന്നതിന് വേണ്ടി, അച്ഛൻ്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ ഉണ്ടാക്കിയ ആ കടത്തെ വിട്ടുന്നതിന് വേണ്ടി അവന് റിസ്ക് എടുത്ത് മരണം എന്നുള്ള റിസ്ക് എടുത്ത് മൃത്യുലോകത്തിലേക്ക് പോവുകയാണ്. അവൻ ഫോറിന് പോകുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ കണ്ടിട്ടാകും അച്ഛനെ കടം വിട്ടാൻ വേണ്ടി ഫോറിനിലേക്ക് പോകുന്ന മകനും അവിടെ ചെന്ന് വളരെ കഷ്ടപ്പെട്ട് കഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ട് ഒടുവിൽ അച്ഛൻ നൽകിയ മൂല്യങ്ങൾ തന്നെ പ്രയോജനപ്പെടുത്തി ആ മൂല്യങ്ങൾ തന്നെ വഴികാട്ടിയായി വളരെ വലിയ വിജയം നേടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഈ ഉപനിഷത്തുക്കൾ പറയുന്നത് എന്തൊക്കെയോ അവരങ്ങ് നമുക്കൊരിക്കലും മനസ്സിലാവാത്ത കടിച്ചപ്പെട്ട സാധനങ്ങളൊന്നും വിചാരിക്കരുത്. അങ്ങനെയാണ് ഈ ഉപനിഷത്തുക്കളൊന്നും നിലനിൽക്കില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് വർഷങ്ങളായിട്ട് ഈ നമ്മുടെ ഗ്രന്ഥങ്ങളൊക്കെ നിലനിൽക്കുന്നതിന് കാരണം അവ യൂണിവേഴ്സാലിറ്റി, ലോകത്തെല്ലായിടത്തും എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ജീവിതത്തെ ആഴത്തിൽ അറിയാനവ നമ്മളെ സഹായിക്കുന്നു. അന്നും ഇന്നും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മനുഷ്യൻ മാറിയിട്ടില്ലല്ലോ. അന്ന് ഇന്നും മനുഷ്യൻ ബേസിക്കലി മനുഷ്യൻ്റെ സ്ട്രക്ചർ, അവൻ്റെ ചിന്താഗതികൾ മാറുന്നില്ല. അപ്പോൾ അത് കൊണ്ട് തന്നെ ഈ ഉപനിഷത്തുക്കളെല്ലാം എപ്പോഴും നമുക്ക് അവ ഉന്നയിക്കുന്ന പ്രമേയങ്ങൾ എപ്പോഴും വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും പ്രയോജനമുള്ളതാണ്. പിന്നെ നമ്മൾ പിന്നെ കാണും ഇനി ഉപദേശിക്കാൻ പോകുന്ന യമനാണ്. യമൻ ആണ് ജ്ഞാനം ഉപദേശിക്കുന്നത്. യമൻ എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്ന ആളല്ല. അദ്ദേഹത്തിന് അത്രയും തിരക്കുള്ള ആരാ ഉള്ളത്. യമൻ എപ്പോഴും തിരക്കാണ്. ആ അത്രയും തിരക്കിനിടയ്ക്ക് നിൽക്കുന്ന അദ്ദേഹമാണ് ഈ ഉപനിഷത്ത് ഇവനെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട്, പൊതുവായ നമ്മുടെയൊക്കെ ഒരു ധാരണ ഇതൊക്കെ തൊഴിലില്ലാത്ത ആളുകളുടെ പരിപാടിയാണ് എന്നുള്ള ഒരു തോന്നലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ദിസ് ഈസ് വളരെ വളരെ തിരക്കുള്ള ആളുകൾക്ക് തങ്ങളുടെ ജോലിയെ കുറച്ചുകൂടി എളുപ്പത്തിൽ കുശലതയോടെ യോഗ കർമ്മസു കൗശല ഇപ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വേദാന്ത ശാസ്ത്രങ്ങളും മറ്റ് തത്വങ്ങളും ഒക്കെ. അത് നമുക്കിവിടെ കാണാം. ഈ പുസ്തകങ്ങളിലേക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അവർ പറയുന്നതും ചെയ്യുന്നതും ഒന്നും തന്നെയായിരിക്കും. അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ നമ്മുടെ ഗ്രന്ഥങ്ങളിലേക്ക് നോക്കിയാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ വെളിവാകും. ഒരുപാട് എക്സ്റ്റേണലായിട്ടുള്ള എന്തിനേയും ആശ്രയിക്കാതെ തന്നെ അതിൻ്റെ ഒരു ഇൻട്രിൻസിക് സ്റ്റെബിലിറ്റി ഉണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുമുണ്ടാവും. നമുക്ക് ഇതിലൂടെ ഞാൻ പല സന്ദർഭങ്ങളിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഈ നചികേതസ് യമലോകത്തിലെത്തി. വൈശ്വാനര പ്രവിശന്തി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യേതാം ശാന്തിം കുർവന്തി ഹര വൈവസ്വതോദകം എന്ന് ഈ നചികേതസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യമൻ അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തോ കോൺഫറൻസിനോ അവിടെ എന്തോ വർക്കുകൾക്ക് പോയിരിക്കുകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. 3 ദിവസം അവൻ ജലപാനാദികളില്ലാതെ ചട്ടിയും അവൻ നല്ല ഉറച്ച ബുദ്ധിയോടെ അവനോട് ഇരുന്നു. അപ്പോൾ ഒന്ന് റിസ്ക് എടുത്തു. ഇനി ഹീസ് ഫോക്കസ്ഡ്. അവൻ്റെ ആ ലക്ഷ്യത്തിൽ ഫോക്കസ്ഡാണ്, വളരെ ഫോക്കസ്ഡാണ് അവനാണ്. അത് നടന്നേ ആ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ച്, അത് വ്യവസായാത്മിക ബുദ്ധി,
ഉറച്ചു നിൽക്കുന്ന ബുദ്ധിയാണ് അവനുള്ളത്. അപ്പോൾ 3-ാം ദിവസം യമൻ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ യമനോട് അവിടെ ഉണ്ടായിരുന്ന ആരോ പറഞ്ഞു, അത് സേനാപതിയാവാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയാവാം, ചിലപ്പോൾ ഗുരുവായിരിക്കാം, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ട്, അദ്ദേഹത്തെ ഓടിച്ചെന്ന് ഉപചരിക്കൂ. കാരണം ഇങ്ങനെ അതിഥിയായ ബ്രാഹ്മണൻ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് വളരെ ദോഷകരമാണ്. അദ്ദേഹത്തെ ഉടനെ ചെന്ന് സന്തോഷിപ്പിക്കൂ, അദ്ദേഹത്തിന് വെള്ളം ഒക്കെ കൊടുത്ത് കാല് കഴിയിച്ച് ഉപചാരങ്ങളൊക്കെ നടത്തി സന്തോഷിപ്പിക്കുക ഏതെങ്കിലും രീതിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അശാപ്രതീക്ഷയെ സംഗതം നൃതാം ചേഷ്ടാപൂർത്തെ പുത്ര പശുംശ സർവാൻ യദത് വൃങ്ക്തേ പുരുഷസ്യൽപമേധസോ യസ്യാനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ. വീട്ടിലൊരു ബ്രാഹ്മണൻ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കുടുംബത്തെ എല്ലാം നശിപ്പിക്കും, എൻ്റെ എല്ലാവിധ പുണ്യങ്ങളെയും നശിപ്പിക്കും എന്ന് അവരൊന്നുകൂടി പറയും. അപ്പോൾ ഇദ്ദേഹം ചെന്നു, കണ്ടു, അർഘ്യപാദ്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, തിസ്രോ രാത്രിർ യഥവാത്സീർ ഗൃഹേ മേ അനശ്നൻ ബ്രഹ്മൻ അതിഥിർ നമസ്യ നമസ്തേസ്തു ബ്രഹ്മൻ സ്വസ്തിമേസ്തു തസ്മാത് പ്രതി 3 വരാൻ ഗണീഷ്വ. എനിക്ക് നമസ്കാരം, എനിക്ക് നല്ലത് വരട്ടെ, മംഗളം ഭവിക്കട്ടെ, ഓരോ രാത്രിക്കും 1 വീതം എന്നുള്ള നിലയിൽ 3 വരങ്ങൾ ചോദിച്ചോളൂ. ഇത്രയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇനി ഇവന് ചോദിച്ച ഉടനെ, ഇവൻ കുട്ടിയാണ്, പിന്നെ അച്ഛനോടുള്ള ആ സ്നേഹം നമുക്കിതിൽ ഉടനീളം കാണാം. അപ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെയാണ് അവനെ വളർത്തിയിരിക്കുന്നത് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അവൻ ആദ്യം തന്നെ അദ്ദേഹത്തോട് പറയും, വരം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ഉടനെ പറയും, എനിക്ക് അച്ഛൻ എന്നോട് ഒട്ടും ദേഷ്യമില്ലാതെ പഴയതുപോലെ എന്നോട് വളരെ സ്നേഹത്തോടെ എന്നെ സ്വീകരിക്കണം എന്ന് പറയും. ശാന്തസങ്കല്പ സുമനാ യഥാസ്യാത് വീതമന്യുർ ഗൗതമോ മാഭി മൃത്യു ത്വത് പ്രസൃഷ്ടം മാഭിവദേത് പ്രതീത യഥത്രയാണാം പ്രഥമം വരം വൃണേ. അപ്പോൾ അച്ഛൻ്റെ പേര് ഗൗതമൻ എന്നാണെന്ന് ഇവിടെയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ യമൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, പണ്ട് എങ്ങനെയായിരുന്നു നിന്നോട് അച്ഛന് ഇഷ്ടമുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇഷ്ടം കിട്ടും, നിന്നെ ഇഷ്ടമുണ്ടാവും. നീ ഇങ്ങനെ പോയതും മരിച്ചതും അല്ലെങ്കിൽ തിരിച്ചു വന്നു, ഈ കാര്യങ്ങളൊന്നും ഇതൊന്നും ഓർക്കാൻ പോകുന്നില്ല. പഴയതുപോലെ നീ വളരെ സ്നേഹത്തോടെ അച്ഛൻ്റെ കൂടെ ജീവിക്കും. അച്ഛൻ നിന്നെ സ്നേഹത്തോടെ നിന്നെ കൊണ്ട് നടക്കും. യഥാപുരസ്താത് ഭവിതാ പ്രതീത ഔദാലികീയ രാരുണിർ മത് പ്രസിഷ്ട സുഖം രാത്രി ശൈതാ വീതമന്യുസ്ഥാം ദൃശിവാൻ മൃത്യുമുഖാത് പ്രമുക്തം. രണ്ടാമത്തെ വരം യജ്ഞങ്ങളുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ അവൻ വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, സ്വർഗേ ലോകേ ന ഭയം കിഞ്ചനാസ്തി ന തത്രത്വം ന ജരയാ ബിഭേതി ഉഭേ തീർത്വാസനായ പിപാസ്യേ ശോകാതിഗോ മോദതേ സ്വർഗലോകെ. ഈ സ്വർഗലോകത്തിൽ ഒരിക്കലും ദുഃഖമില്ലാത്ത, മൃത്യുഭയമില്ലാത്ത ഒരു ലോകമാണല്ലോ. അതുകൊണ്ട് എനിക്ക് ആ സ്വർഗലോകത്തിൽ എത്താനുള്ള വഴി എനിക്ക് പറഞ്ഞു തരണം. അഗ്നിയെ ഉപാസിച്ചിട്ടാണല്ലോ, അപ്പം ആ അഗ്നിയുടെ രഹസ്യം എനിക്ക് പറഞ്ഞു തരണം. സ ത്വമഗ്നിം സ്വർഗമധ്യേഷി മൃത്യോ പ്രബ്രൂഹി തം ശ്രദ്ധാനായ മഹ്യം സ്വർഗലോക അമൃതത്വം ഭജന്ത യദ്വിതീയേന വൃണേ വരേണ. അതാണ് രണ്ടാമത്തെ വരമായിട്ട് എനിക്ക് സ്വർഗത്തിലെത്താനുള്ള അഗ്നിയുടെ വഴികളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. തേ ബ്രവീമി തതു മേ നിബോധ സ്വർഗമഗ്നിം നചികേത പ്രജാനൻ അനന്തലോകാപ്തിമഥോ പ്രതിഷ്ഠാം വിദ്ധി ത്വമേതം നിഹിതം ഗുഹയാം. അപ്പം അങ്ങനെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് യമൻ അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങും. ലോകാതിമഗ്നിം തമുവാച തസ്മൈ യാ ഇഷ്ടക താവതീർവാ യഥാവാ
സ ചാപി തത് പ്രത്യവദത് യഥോക്തമധാസ്യ മൃത്യു പുനരേവാഹ തുഷ്ടാം. അപ്പോൾ അവന് അഗ്നി ആ യാഗത്തിൽ വെക്കുന്ന ഇഷ്ടികകളൊക്കെ എങ്ങനെയാണ് വെക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. മന്ത്രങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് അവനെ കൊണ്ട് പറയിപ്പിച്ച്, ഇനി കുട്ടിയല്ലേ മറന്നു പോകരുതല്ലോ, എല്ലാം കൃത്യമായിട്ടൊക്കെ പറയിപ്പിച്ച് അത് അവനെ ഹൃദയസ്ഥമാക്കി കൊടുത്തു. തമബ്രവീത് പ്രിയമാണോ മഹാത്മാ വരം തവേഹാതി ദദാമി ഭൂയ തവൈവ നാംന ഭവിതായമഗ്നി ശൃംഗാം ജയമാം അനേക രൂപം ഗൃഹാണ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് എനിക്ക് വീണ്ടും ഇനി ഒരു വരം കൂടെ തരാം. മാത്രമല്ല ഈ വരം ഈ രണ്ടാമത്തെ വരുന്നുണ്ടല്ലോ, ഈ അഗ്നി ഇത് വളരെ ഫേമസ് ആവും, വളരെ പ്രസിദ്ധമാകും. നചികേതൻ്റെ പേരിൽ തന്നെ ഈ അഗ്നി അറിയപ്പെടും, നചികേത അഗ്നി എന്നറിയപ്പെടും. പിന്നെ മാത്രമല്ല ഈ എക്സ്ട്രാ ഈ വളരെ നല്ല ഈ രത്നമാലയും നീ സ്വീകരിച്ചോളൂ എന്നും അത് കൊടുക്കും. ത്രിനാചികേതസ് ത്രിഭിരേത്യ സന്ധ്യം ത്രികർമ്മ കൃത്തരതി ജന്മമൃത്യു ബ്രഹ്മയജ്ഞം ദേവമീഡ്യം വിധിത്വ നീചായേമാം ശാന്തി അത്യന്തമേതി. ഈ നചികേതാഗ്നി ചയനം ചെയ്ത് ഇത്തരം ആചാര്യൻ ഇവരിൽ നിന്ന് അനുശാസനമൊക്കെ സിദ്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആൾ ജന്മമരണങ്ങളെ തരണം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറേ പൊക്കി പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഈ നചികേത യാഗം അനുഷ്ഠിച്ചിട്ടുള്ള ആൾ സ്വർഗലോകത്തിൽ വൈരാജമെന്നു പേരുള്ള സ്വർഗലോകത്തിൽ വളരെ ആനന്ദിച്ച് ജീവിക്കും. ത്രിനാചികേതസ്ത്രയമേതത് വിദിത്വ ഏവം വിദ്വാംസിനുദേ നാചികേതം സ മൃത്യുപാശാൻ പുരധ പ്രണോദ്യ ശോകാതികോ മോദതേ സ്വർഗലോകെ. ഇതൊക്കെ പറഞ്ഞു. പിന്നെ യേഷ തേ അഗ്നിർനചികേത സ്വർഗ്യോ യമ വണീധാ ദ്വിതീയേന വരേണ ഏതമഗ്നിം തവൈവ പ്രവക്ഷ്യന്തി ജനാസസ്തൃതീയം വരം നചികേതോ വൃണീഷ്വ. അപ്പോൾ നീ അടുത്ത മൂന്നാമത്തെ വരം സ്വീകരിക്കാൻ പറയുന്നു. യയം പ്രേതേ വിജികിത്സ മനുഷ്യേ സ്ഥിത്യേകേ നായമസ്ഥീതി ചൈകേ ഏതത് വിദ്യ മനുഷ്യുഷ്ടസ്ത്വയാഹം വരാണാമേഷ വരസ്തൃതീയ. ഈ പണ്ടത്തെ കാലത്തും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് മരണശേഷം എന്താണ്, പിന്നെ ജീവൻ എന്താണ് സംഭവിക്കുന്നത്, മരണശേഷം മറ്റൊരു ജീവനോ ലോകമോ ഒക്കെ ഉണ്ടോ, ഈ തരം പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതാണ് നമ്മളിതിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇങ്ങനെ ഈ സംശയത്തിന് എനിക്ക് പരിഹാരം അദ്ദേഹത്തിന് കണ്ട് പരിഹാരം പറഞ്ഞു തരണം, സംശയത്തിന് പരിഹാരം വരുത്തണം എന്ന് പറയും. അപ്പോൾ യമൻ ഒന്ന് ഞെട്ടി പുറകോട്ട് പോകും. യമൻ പറഞ്ഞു, ഇത് ദേവന്മാർക്ക് പോലും ഇത് അറിയാവുന്നൊരു കാര്യമല്ല, അവർ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെയൊരു കാര്യം നീ ചോദിക്കരുത്, നീ എന്നെ ഞെരിക്കരുത് എന്ന് പറയും. ദേവൈരത്രാപി വിചികിത്സിതം പുരാ നഹി സുജ്ഞേയ മനുരേഷധർമ്മ അന്യം വരം നചികേതോ വൃണീഷ്വ മാ മോപരോത്സീരതി മാ സൃജൈനം. അപ്പോൾ അതാണ്. അപ്പോൾ ആ യമൻ ജീവിക്കുന്ന നമുക്ക് ഈ വാക്കുകളിൽ നമുക്കൊരു കാര്യമാണ്. എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ആത്മസംഘർഷം, അദ്ദേഹം എന്തുമാത്രം തിരക്കുള്ള, എന്തുമാത്രം സംഘർഷങ്ങളുള്ള ജോലിയാണ് ആ യമൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഒരു വരം കൊടുക്കാൻ പോകുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ മോനെ, എന്നെ ഞെരുക്കരുത്, നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കരുത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം
അത്ര തിരക്കുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു ജോലിയാണ് യമൻ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യമൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്? അത് യമൻ പിന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഞാൻ ഇത് ശ്രദ്ധിക്കാൻ പറയുന്നത്. അപ്പോൾ മാ ഉപരോത്സി, എന്നെ പിടിച്ചിങ്ങനെ ഞെരുക്കരുത്, നീ ഈ ഒരു ചോദ്യം ചോദിക്കരുത് മോനെ, വേറെ എന്തെങ്കിലും ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ദേവൈരത്രാപി വിചികിത്സിതം കില ത്വം ച മൃത്യോയെന്ന സുജ്ഞേയമാഥ വക്താ ചാസ്യ ത്വാ ദൃഗന്യോ ന ലഭ്യോ നാന്യോ വരസ്തുല്യ യദസ്യ കശ്ചിത്. അതാണ് ഈ പിള്ളേരുമായിട്ടുള്ള നമ്മൾ ഉത്തരം പറഞ്ഞ് അവർ ബുദ്ധിമുട്ടാണ്. മുതിർന്നവരൊക്കെയാണ് പോകും. അവൻ പറഞ്ഞല്ലോ ഇനി വേറെ ചോദ്യം ചോദിക്കാമെന്ന് വിചാരിക്കും. പക്ഷെ ഇവൻ്റെ ഉത്തരം കണ്ടോ, ഇത് വേറെ ദേവന്മാരൊന്നും ചോദിച്ചാൽ പിടികിട്ടില്ല എന്നല്ലേ അങ്ങ് പറഞ്ഞ്. സോ അങ്ങ് തന്നെ ഉത്തരം പറഞ്ഞു തരണം. ഞാനിപ്പോൾ ഇവിടം വരെ വന്നു, യമനെ കണ്ടു. അപ്പം ഇനിയിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വേറെ ആര് പറഞ്ഞു തരും? അപ്പം ഇങ്ങനെയൊരു ചാൻസ് എനിക്ക് വേറെ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെ പറഞ്ഞു തരണം. പിള്ളേരുടെ ഒരു പ്രത്യേകതയാണതല്ലോ. നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല, അവരെനിക്കത് വേണം അത് വേണം എന്ന് കൊണ്ട് വാശി. പുള്ളി അതിൽ ഉറച്ച് നിൽക്കുകയാണ്. പുള്ളി ഒരു ലക്ഷ്യത്തിൽ പുള്ളി ഉറച്ചു നിൽക്കുകയാണ്. അതിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റാൻ ശ്രമിച്ചിട്ട് അതിൽ നിന്ന് മാറാതെ, അപ്പോൾ നമ്മളെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ജ്ഞാനം കിട്ടുന്നത് നമ്മൾ പിന്നീട് വരുന്നുണ്ട്. ഇതിൽ ഓരോ പോയിൻറ്റും വളരെ പ്രധാനമാണ്. ഹൗ ഈ നചികേതസ് എന്ത് തരത്തിലുള്ള നിലപാടാണ് എടുത്തതെന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ യമം പറയും, ശതായുഷ പുത്രപൗത്രൻ വൃണീഷ്വ ബഹൂൻ പശൂൻ ഹസ്തി ഹിരണ്യം അശ്വാൻ ഭൂമിർ മഹദായതനം വൃണീഷ്വ സ്വയം ച ജീവ ശരതോ യാവതിച്ഛസി. അവൻ പറയും, എൻ്റെ മോനെ എന്ത് വേണമെങ്കിലും തരാം. നീ 100 വർഷം കണക്കിന് വർഷം ജീവിക്കുന്ന പുത്രപൗത്രന്മാരെയും ധാരാളം പശുക്കളെയും കുതിരകളെയും സ്വർണവും പിന്നെ വലിയ വിസ്തൃതമായ രാജ്യവും ഒക്കെ നിനക്ക് തരാം. മിത്രമല്ല, നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു, മറ്റ് ഭൗതികമായി എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം തരാം. യഥതുല്യം യതി മന്യസേവരം വണീഷ്വ വിത്തം ചിരജീവികാംച ആ ഭൂമൗ നചികേതസ്ത്വമേതി കമാനാം ത്വാ കമഭാജം കരോമി. അതുപോലെ തന്നെ രാജാവാക്കാം. വളരെയധികം വിത്തം, ധനവും കാര്യങ്ങളും ഒക്കെ തരാം. അതൊക്കെ നീ എന്നോട് ചോദിച്ചോളൂ, അതൊക്കെ ഞാൻ തരാം. പിന്നെ യേ കാമ ദുർലഭ മർത്യലോകെ സർവാൻ കാമാൻ ഛന്ദത പ്രാർത്ഥയസ്വ ഇമാ രാമ സരഥ സതുര്യ ന ഹീദൃശ ലംഘനീയ മനുഷ്യേ ആഭിർമത് പ്രത്താഭി പരിചാരയസ്വ നചികേതോ മരണം മാനോ പ്രാക്ഷി. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. തേരോ കുതിരയോ പദ്യങ്ങളോ എപ്പോഴും പാട്ടുപാടുന്ന അനുചരന്മാരോ നൃത്തം ചെയ്യുന്ന സുന്ദരിമാരോ എന്ന് പരിചാരകന്മാരും ഒക്കെ ചോദിച്ചോളൂ. പക്ഷെ മരണത്തെപ്പറ്റി മാത്രം എൻ്റെ മോനെ നചികേതസേ നീ എന്നോട് ചോദിക്കരുത് എന്ന് യമൻ അവനോട് വീണ്ടും വളരെ അഭ്യർത്ഥിച്ചു. അപ്പോൾ ഇവനെന്താ പറയുന്നത്? അവൻ പറയുന്നു, വളരെ 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 ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ശ്ലോകമാണ് കേട്ടോ. ഈ ഒരു ശ്ലോകം മാത്രം നമ്മുടെ പിള്ളേരെ നമ്മൾ പഠിപ്പിച്ച് കോളേജിൽ വിടുന്നതിന് മുമ്പേ, കോളേജിലോ ഹോസ്റ്റലിലോ ഒക്കെ